ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പിള്ളച്ചേട്ടനെയും അതുപോലെ തന്നെ മഹാദേവനെയും കൂടിയാണ്. അപ്പോൾ മഹാദേവൻ ബാൻഡ് നമ്മുടെ ചെണ്ടമേളമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ശങ്കരൻ ഇങ്ങോട്ട് ഇറങ്ങിയവരുമാണ്. എന്താ അച്ഛാ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം പറയാണ്, എൻ്റെ പൊന്നു മോനറിയോ, ശങ്കർ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ അച്ഛന് ഊണില്ല, ഉറക്കമില്ല, ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഉടനെ മഹാദേവൻ ഒരാക്കിയ പോലത്തെ എന്നൊരു വെപ്പും. അപ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞത് എപ്പോഴും ഒരു മൂകതയാണ് ആ മുഖത്ത്. അപ്പോൾ ഒരു മൂകതയൊക്കെ അഭിനയിച്ചിങ്ങനെ നിൽക്കുകയാണ് മഹാദേവൻ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ശംസാറും കുടുംബവും ഫാമിലി എല്ലാവരും ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞാൽ കേട്ടുമല്ലോ, ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങിപ്പോയതാണെന്നാണല്ലോ ഇപ്പോൾ പറച്ചിൽ കേട്ടാൽ തോന്നുന്നത്. എന്നെ അവിടുന്ന് ഇറക്കി വിട്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മഹാദേവൻ ഇങ്ങനെ നോക്കിയിട്ട്, ഇറക്കി വിട്ടതിൻ്റെ ദേഷ്യം കൊണ്ടാ ഞാൻ പല തവണ നിന്നെ ഫോൺ വിളിച്ചിട്ടും നീ എടുക്കാത്തത്. ഞാൻ ഫോൺ എടുത്തല്ലോ, ശരിയാ, നീ ഫോൺ എടുത്തോ, പക്ഷേ ഞാൻ എന്തുട്ടാടാ നിന്നോട് പറഞ്ഞത്? എന്താ നീ മറന്നുപോയോ ശങ്കരേ എന്ന് ചോദിച്ചു. പറയടാ കന്നാലി, ഇവിടെ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് നീ പറഞ്ഞിട്ട് പോയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ എന്തുട്ടാ നിന്നോട് പറഞ്ഞത്? അത് പിന്നെ അച്ഛാ, ഗൗരിയും കൂട്ടിക്കൊണ്ട് എത്രയും വേഗം വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട്. അതാണ്, ഇങ്ങോട്ട് കയറി പാടാ എന്ന് പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ശംസാറിൻ്റെ. കേട്ടോ പ്രൊഫസറെ, എൻ്റെ മരുമോൾ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഇവനോട് വീട്ടിലേക്ക് വരാൻ ഞാൻ പല തവണ പറഞ്ഞതാ. ഇവനോട് ഞാൻ എത്ര തവണ പറഞ്ഞു, എന്നിട്ട് ഇവൻ അനുസരിച്ചോ ഇല്ലയോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അമ്മായച്ചനോട് ഇവന് വലിയ ബഹുമാനല്ലേ? അതെ, അമ്മായച്ചൻ തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അതല്ല ശംസാറെ, അച്ഛൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, അപ്പോൾ അച്ഛൻ വേണ്ടേ നേരിട്ട് വന്ന് തിരിച്ചു വിളിക്കാൻ, അല്ലാതെ ഫോണിലാണ് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചു ശങ്കർ. അപ്പം അച്ഛൻ്റെ അല്ലേ മോൻ? പ്രൊഫസറെ, നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ പ്രൊഫസറെ? എൻ്റെ മോനാണെങ്കിലേ തലയ്ക്ക് തീരെ സുഖമില്ലാത്ത ആളാണ്. ഒരച്ഛൻ്റെ സ്നേഹം എന്തൊട്ടാണെന്ന് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുൻ്റെ പ്രൊഫസറെ. ശങ്കരെ, സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചു വരാനായിട്ട് അച്ഛൻ ഫോണിൽ വിളിച്ചു പറഞ്ഞത്? അതാണ്, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൻ്റെ പ്രൊഫസറെ എന്ന് പറഞ്ഞു മഹാദേവൻ. ഇവനുണ്ടല്ലോ, ഇവൻ ഈ പാവം പെൺകുട്ടിയും കൊണ്ടുണ്ടല്ലോ നരകിക്കാനായിട്ട് എവിടെയൊക്കെയോ കൊണ്ടുപോയി താമസിപ്പിച്ചു. നീ എവിടെയാടാ പോയി താമസിച്ചത് എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പോൾ കലിപ്പിലിങ്ങനെ നിൽക്കണം. നിനക്ക് ആ വീട് ആരാടാ തന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ എവിടെ പോയി താമസിച്ചാൽ ഇപ്പം അച്ഛൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ശങ്കർ. 2 ദിവസം കഴിയുമ്പോൾ തെണ്ടിത്തെരിഞ്ഞ് ചാരങ്ങാട്ട് തന്നെ തിരിച്ചു വരും എന്ന് അച്ഛൻ തന്നെയല്ലേ ഡയലോഗ് അടിച്ചത്? അച്ഛൻ എന്താ പറഞ്ഞതല്ല മറന്നുപോയോ എന്ന് ചോദിച്ചു ശങ്കർ. അപ്പം മഹാദേവൻ ചൂളിങ്ങനെ നിൽക്കാം. അതെ, എൻ്റെ കൈ ധരിക്കുന്നുണ്ട് കേട്ടോ. എടോ പിള്ളേ, ഞാൻ ഇവന് എന്തുട്ടാടോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഇദ്ദേഹം വലിയ ദേഷ്യത്തിന് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ എന്ന് ചോദിച്ചു പിള്ളച്ചേട്ടൻ. ഞാൻ നിന്നെ എത്ര തവണ നിന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിന്നെ തല്ലിക്കൊന്നിട്ടുണ്ടോടാ? പറയടാ. എൻ്റെ പൊന്നു പ്രൊഫസറെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്തില്ല എങ്കിൽ നമുക്കൊരു സന്തോഷമായിട്ടും സമാധാനമായിട്ടും 1 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? സത്യ എന്ന് പറഞ്ഞു ശംസാറ്. നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത്, അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കണതല്ലേ എന്ന് ശംസാറും ചോദിച്ചു. ഇവനുണ്ടല്ലോ, ഇവൻ ഈ അച്ഛന്മാരുടെ വിഷമമൊന്നും ഒന്നും തന്നെ ഇവന് മനസ്സിലാവില്ലെന്നേ. അതൊക്കെ ഇവൻ അച്ഛനാവട്ടെ അപ്പം പറയാം, അപ്പം അവന് മനസ്സിലാവും അല്ലേ പ്രൊഫസറെ എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. മോളെ ഗൗരി, അതെ, അച്ഛൻ നിന്നോട് ചെയ്തത് തെറ്റാണ് എന്നെനിക്കറിയാം. അതിന് വേണ്ടിയിട്ട് ആ അച്ഛൻ നിന്നോട് മാപ്പ് പറയട്ടെ എന്ന് ചോദിച്ചു. അയ്യോ അരുതച്ഛാ, അച്ഛൻ എന്നോട് ഒരിക്കലും മാപ്പ് പറയരുത് എന്ന് പറഞ്ഞു ഗൗരി. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ മഹാദേവൻ ഇങ്ങനെ നിൽക്കുക. കേട്ടോടോ കന്നാലി, എൻ്റെ മോളുടെ സ്നേഹം നീ കണ്ടോ? എൻ്റെ മോള് പറഞ്ഞ നീ കേട്ടോടാ കന്നാലി എന്ന് ചോദിച്ചു. ചാരങ്ങാട്ട് മഹാദേവൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ ഗൗരിമോള് കണ്ടോ, സമ്മതിച്ചില്ല. അതാണ് ആ സ്നേഹം. ചാരങ്ങാട്ട് മഹാദേവൻ ആരുടെയും മുൻപിൽ തലകുനിക്കാൻ പാടില്ല എന്ന് എൻ്റെ മോക്ക് നിർബന്ധമുണ്ടടാ, അതുകൊണ്ടാ അങ്ങനെ, ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞു. ഉടനെ ശങ്കർ, അതെ, സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല,
പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ, അച്ഛനെ ഈ മരുമോള് മാപ്പ് പറയാതെ കുടുംബത്തേക്ക് കേട്ടില്ല എന്ന് വാശി പിടിച്ച ആളല്ലേ ഈ അച്ഛൻ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ ആ വാശി കാരണമല്ലേ സകലമാനമായ കുഴപ്പങ്ങളും ഉണ്ടായത്. എന്താ ശരിയല്ലേ അച്ഛാ എന്ന് ചോദിച്ചു. അപ്പം നിൽക്കണം കുഞ്ഞെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അത് എന്തിനാ പറയണത് എന്ന് ചോദിച്ചു പിള്ളച്ചേട്ടൻ. ദേ ഇദ്ദേഹം എല്ലാം പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. സമാധാനമായിട്ട് സന്തോഷമായിട്ട് വേണം നിങ്ങൾ കൂടെ വരാൻ. അതിന് ജസ്റ്റ് മര്യാദക്കൊന്ന് വിളിച്ചാൽ ഞങ്ങളങ്ങ് വരില്ലേ എന്ന് ചോദിച്ചു ശങ്കർ. ഇതെന്തിനാ ഈ ചെണ്ടമേളമൊക്കെ എന്ന് ചോദിച്ചു. എന്തുട്ടരെന്നോ, അതെ അന്നത്തെ ദേഷ്യത്തിന് ഞാനുണ്ടല്ലോ എൻ്റെ മരുമോളെ ഒരു മൃഗത്തിനെ പോലെ പിടിച്ചു വലിച്ച് ഗേറ്റിന് പുറത്താക്കിയ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്ന ഈ ഞാൻ, ഒരു മഹാപാപി. അന്ന് ഈ പെൺകുട്ടിയുടെ മനസ്സ് എന്തോരം നൊന്ത് കാണാം. ഒന്നുമില്ലെങ്കിലും വേണിയുടെ പ്രായമല്ലേ ഉള്ളൂ ഇവക്കും. അതൊന്നും ഞാൻ ഓർത്തില്ല. എന്ത് ചെയ്യാനാ, എൻ്റെ പൊട്ടബുദ്ധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മഹാദേവൻ ഉഗ്ര പ്രകടനമാണ് കേട്ടോ. ഈ പാപം പ്രൊഫസറും കുടുംബവും എന്തുമാത്രം എന്ന് വേദനിച്ചിട്ടുണ്ടാവും. ഇവരുടെ ആ വേദനയ്ക്കൊക്കെ ഒരു പരിഹാരം കാണണം. തൽക്കാലമെങ്കിലും അവർക്കൊരാശ്വാസം കിട്ടില്ലേ. നല്ല ആഡംബരമായിട്ട് ചെണ്ടമേളത്തോടെ ഞാൻ എൻ്റെ മരുമോളെ ഇന്നിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാം, ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് പോവാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ പ്രൊഫസർക്കും ഫാമിലിക്കും ഒരാശ്വാസവും സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ, ഇല്ലേ പ്രൊഫസറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ നോക്കി ഭയങ്കര ചിരിച്ചൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. പ്രൊഫസറെ ചെറിയൊരാശ്വാസം ഉണ്ടാവില്ലേ പ്രൊഫസറെ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു മഹാദേവൻ. കണ്ടോ ദേ പ്രൊഫസർ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ. അതെ ഇപ്പം കണ്ടോ, ഇപ്പം ആ മനുഷ്യനെ ചിരി കണ്ടോ നീയാ എന്ന് ചോദിച്ചു. എന്ത് ഹാപ്പി ആയിട്ട് ചിരിക്കണത്. അപ്പോൾ പിള്ളച്ചേട്ടൻ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. എന്തോരു നാളിന് ശേഷം ഈ മനുഷ്യൻ്റെ ചിരിയൊന്ന് കാണണമെന്നറിയോ. പ്രൊഫസറെ, മുത്തശ്ശി, നന്ദിനിയമ്മേ, മോളെ, പിന്നെ ആദർശേ, മരുമോനെ, പിന്നെ ഉണ്ടല്ലോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പൂർണ്ണ മനസ്സോടു കൂടി ഞാൻ എൻ്റെ മരുമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ ഗൗരിക്കും സന്തോഷമൊക്കെ ആയിട്ടോ. എൻ്റെ പൊന്ന് പ്രൊഫസറെ, ദേ ഒന്നും മനസ്സിൽ വച്ചേക്കരുത് കേട്ടോ. അതെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. മരുമോനെ, അതെ നമ്മുടെ വേണിമോളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്നാ മോൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുക. അതെ അവൾ എത്ര കാലം എന്ന് വെച്ചാൽ ചാരങ്ങാട്ടിങ്ങനെ നിൽക്കുക. മഹാദേവ, വേണി ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മഹാദേവൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. എന്നാൽ എത്രയും പെട്ടെന്ന് എൻ്റെ വേണിമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ ഇവരും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ, സന്തോഷത്തിലാണ്. വേണിയുടെ കാര്യം ഓർത്ത മഹാദേവന് യാതൊരു വിഷമവും വേണ്ട. ഗൗരിയെപ്പോലെ തന്നെയാ ഞങ്ങൾക്ക് വേണിയും. പ്രൊഫസറ്, അതെ അതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ എനിക്ക് നന്നായി അറിയില്ലേ. ഇദ്ദേഹത്തോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ. തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഇനി പ്രത്യേകം പെർമിഷനൊക്കെ വേണോടോ. എന്തിട്ടാണെങ്കിലും താൻ പറഞ്ഞേ. അതെ ഇനി സമയം കളയണ്ട, തൃശ്ശൂർ വരെ ഓടി എത്തേണ്ടതല്ലേ എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്കങ്ങ് സ്കൂട്ടായേക്കാം. കുട്ടിശങ്കര മോളെ, നമുക്കങ്ങ് ഇറങ്ങാം എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരോടും പറയാണ്, നന്ദിനിയമ്മേ, മുത്തശ്ശി, അടുത്ത തവണ ഞാൻ വരുമ്പോണ്ടല്ലോ എനിക്ക് നല്ല ഒരു ഉഗ്രൻ ഒരു വെജിറ്റേറിയൻ ശാപ്പാടം റെഡിയാക്കി തരണം കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ ഗൗരിനെ യാത്രയാക്കുകയാണ്. അപ്പോൾ ഗൗരിയെ വിളിച്ചുകൊണ്ട് എന്നാൽ പിന്നെ കോട്ടട്ടെ അങ്ങോട്ട് തുടങ്ങടോ എന്നൊക്കെ പറഞ്ഞ് ചെണ്ടമേളത്തോടും വാദ്യത്തോടും ഒക്കെ കൂടി നമ്മുടെ ഗൗരിയെയും ശങ്കറിനെയും നേരെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ കമലയെടുത്തിനെയും അതുപോലെ തന്നെ വേണീനെയാണ് കേട്ടോ. അപ്പോൾ കമല ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. വേണി, നമ്മുടെ അച്ഛൻ ശങ്കറിനെയും ഗൗരിയെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കാം. കമലേട്ടത്തി, ഞാൻ ഓരോ കാര്യം ഓപ്പണായിട്ട് അങ്ങ് പറയാം. ആ ഗൗരീനെ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതിലേ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. മോളെ വേണി, നീ അനാവശ്യമായിട്ട് ഗൗരിയെ തെറ്റിദ്ധരിച്ചിരിക്കാം. നിന്റെ ധാരണ എന്തു ആവട്ടെ, പക്ഷേ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നാളെയോ മറ്റന്നാളോ ആദർശ് ഇങ്ങോട്ടേക്ക് വരും. ആദർശ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നീ അവനോട് നന്നായി സംസാരിക്കണം. കുറച്ച് ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാൻ. ആദർശ് നിൻ്റെ ഭർത്താവാ, അറിയാലോ. അവൻ്റെ ഇഷ്ടത്തിന് വേണം നീ ഇനി ജീവിക്കാനായിട്ട്. എൻ്റെ കമലെടുത്തി, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ആ മത്താപ്പ എന്നോട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിട്ടൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? തെറി പറയണത് വരെ ഞാൻ നിർത്തിയില്ലേ. വേണി നിൽക്ക്, കമലെടുത്തി ഞാനൊന്ന് പറയട്ടെ.
കമലയിടത്തേക്ക് അറിയോ, ഞാൻ അവിടെ ശരിക്കൊന്ന് ജീവിച്ചു തുടങ്ങിയപ്പോഴാ നമ്മുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അച്ഛൻ അങ്ങനെ അമ്മ അതിൽ ഉടായിപ്പ് പരിപാടി ചെയ്തപ്പോൾ പോലും അവിടെ നിന്ന് ആരെങ്കിലും തടഞ്ഞോ? എന്നിട്ട് നീ പോവണ്ടെന്ന് ആ വീട്ടിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞോ? അച്ഛനെ പേടിച്ചിട്ട് ശരി ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്നെ കൂട്ടാൻ വരായിരുന്നല്ലോ. എന്നിട്ട് ആരെങ്കിലും വന്നോ? ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ല. എന്നിട്ട് കമലയിടത്ത് എന്തായി പറയണത്? ഞാൻ അയാളോട് നയത്തി സംസാരിക്കണം, ബഹുമാനത്തിൽ സംസാരിക്കണമെന്നോ? നടന്നത് തന്നെ കേട്ടോ. ഞാൻ എന്തിനാ ആ റൊട്ടിക്കിടാവിന് ബഹുമാനം കൊടുക്കണത്? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. അതിനെ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ വേണി നിക്ക്, നീ പോവല്ലേ, ഞാനൊന്ന് പറയട്ടെ. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കും. ഇതൊന്നും നീ വലിയ കാര്യമാക്കരുത്. ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാ. നടക്കേണ്ടതൊക്കെ നാം നടക്കും, പിന്നെ മറക്കേണ്ടതൊക്കെ നമ്മൾ മറക്കണം. നമ്മൾ സ്നേഹത്തിൽ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നന്മയുണ്ടാവുള്ളൂ വേണി എന്ന് പറഞ്ഞു. കമലയിടത്തി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കമലയിടത്തിയോട്. കമലയിടത്തി ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യണ്ടല്ലോ. എന്നിട്ട് കമലയിടത്തിക്ക് പകരം എന്താ കിട്ടിയത്? സ്നേഹമാണോ? അല്ലല്ലോ. നല്ല ചെരുപ്പ് കൊണ്ടുള്ള തല്ലും തെറിവിളിയും അതുപോലെ തന്നെ ചവിട്ടിയിടുകയൊക്കെ ചെയ്തത്. ഒരു വേലക്കാരുടെ സ്ഥാനം പോലും കമലയിടത്തേക്ക് ആരെങ്കിലും ഇവിടെ തരുന്നുണ്ടോ? ഗൗരിക്ക് ഇവിടെ എല്ലാവരും എന്ത് മര്യാദയാണ് കൊടുക്കണത്? ഇപ്പം തന്നെ ഗൗരിയുടെ ഔദാര്യത്തിലല്ലേ എനിക്കൊരു ജീവിതം കിട്ടാൻ പോണത്? അങ്ങനെ കിട്ടണ ജീവിതമേ ഈ തൽക്കാലം ഈ വേണിക്ക് വേണ്ട. അത് തന്നെ എന്ന് പറഞ്ഞ വേണി അങ്ങ് പോയി. അപ്പോൾ കമലയാകെ ധർമ്മസങ്കടത്തിലായി. ഈ കുട്ടിയോട് ഇനി എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നോർത്തിട്ട് പിന്നെ കാണാം നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അതേ ശങ്കരനെയും ഗൗരിയെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അച്ഛനും പിള്ളച്ചേട്ടനും. എന്നിട്ട് അപ്പോൾ ഇവരകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നിൽക്ക് പോവല്ലേ രാധേ, വേണിമോളെ, ഇതാ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ ദേവിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ആ ദേവിമ, എൻ്റെ മക്കളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ എന്ന് പറഞ്ഞു. നന്നായി. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വിജയത്തിൻ്റെ ആധാരം. എന്താണെങ്കിലും രാധാമണിയോട് ഇവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ പറയാ എന്ന് പറഞ്ഞു. എടോ പിള്ളേ, ആരതിയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് രാധയോടൊന്നും ചെന്ന് പറയടോ. ഹൈ, അപ്പോൾ ഇവിടെ എവിടെ പോയി കിടക്കുക എന്ന് ചോദിച്ചോ. തങ്കച്ചി ആരതി ഒഴുക്കുന്ന തിരക്കിലായിരിക്കും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാധാമണി തങ്കച്ചി ആരതിയായിട്ട് വരുന്നത്. അപ്പം കമലയുണ്ട് കേട്ടോ, വേണിയുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റാതെ കലിപ്പിലാണ് ഈ വരുന്നത്. അപ്പോൾ രാധാമണി നേരെ ഇറങ്ങി വന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പം ശങ്കരനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. അപ്പോൾ രാധാമണി തങ്കച്ചി വന്നു. നോക്കി നിൽക്കാതെ കുട്ടികളെ ആരതി ഒഴിയടി എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരനെ നേരെ ചെന്നിട്ട് ആരതി ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിയുടെ മുഖം വാടി. അപ്പോൾ ശങ്കരൻ ഇങ്ങനെ നിന്നിട്ട്, അമ്മേ ഹൈ, അമ്മ എന്തീ കാണിക്കണത് എന്ന് ചോദിച്ചോ. അമ്മ എന്താ ഉദ്ദേശിക്കണത്? എനിക്ക് മാത്രമേ ആരതി ഒഴിയേ, എന്തേ അമ്മ ഗൗരിയെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അതെ, ഗൗരി ഈ വീട്ടിലേക്ക് തന്നെയല്ലേ കയറി വന്നത്. നിന്റെ ഗൗരി ചാരങ്ങാട്ടേക്ക് തിരിച്ചു വന്ന കാര്യം എനിക്ക് കാണാലോ. എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ മകനും മരുമോളും തമ്മിൽ അമ്മയ്ക്ക് യാതൊരു വ്യത്യാസവും വേണ്ട കേട്ടോ. അതുകൊണ്ട് ഉഴിയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെ ചേർത്തുഴിയ, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ശങ്കരൻ. അപ്പം ഇങ്ങനെ നിന്നു. രാധേ, നിനക്ക് എന്തുട്ടാടി പ്രശ്നം എന്ന് ചോദിച്ചു മഹാദേവൻ. മഹാദേവ വേണ്ട. അപ്പം ദേവിമാ തടഞ്ഞു. ദേ രാധാമണി, ശങ്കർ പറഞ്ഞത് ശരിയല്ലേ? നീ പറഞ്ഞത് അതെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണ്. ദേ അവനും അവളും തമ്മിൽ ഒരു വ്യത്യാസവും അമ്മായിമ്മയ്ക്ക് പാടില്ല. ശങ്കർ അവളെയും കൂട്ടിക്കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. നീയാണ് ഈ കുടുംബം നോക്കുന്നത്. അപ്പോൾ ഗൗരിക്ക് ആരതി ഒഴിയുന്നത് കൊണ്ട് നീ ഒരിക്കലും ചെറുതായി പോവില്ല രാധാമണി. അത് നീ ആദ്യം മനസ്സിലാക്കുക. ക്ഷമയും സഹനശേഷിയും ഒക്കെ ഗൗരി പഠിക്കുന്നത് നിന്നിൽ നിന്നായിരിക്കണം. അത് നീ ആദ്യം മനസ്സിലാക്കുക. രണ്ടു പേർക്കും ആരതി ഒഴിയ, എന്നിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവരെ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ രാധാമണിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ. അപ്പം പിന്നെ മനസ്സോടെ ആരതി ഒഴിയാണ് കേട്ടോ. അപ്പം ആരതിയൊക്കെ ഒഴിഞ്ഞു. അതിനുശേഷം ഗൗരി നേരെ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വേഗം തന്നെ വേണിക്ക് കലി വന്നിട്ട് പാടില്ല. ഈ ദേവിയമ്മ എന്നെ പറയുന്ന ഈ ദേവിയമ്മയ്ക്ക് എന്താ പറ്റിയത്? ദേവിയമ്മയും അവളുടെ പക്ഷത്തായല്ലോ. സാരമില്ല, എൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ അവൾക്ക് കൊടുക്കേണ്ട സമയത്ത് ഞാൻ പണിയങ്ങ് കൊടുത്താൽ പോരെ. ഇവർ സ്നേഹിക്കുമോ, എന്താരതി ഒഴിയോ കയറ്റുമോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വേണി നേരെ അകത്തേക്ക് കയറി അങ്ങ് പോയി.
അപ്പം ഇവരാരതി കൊഴിഞ്ഞു നമ്മുടെ ഗൗരി നേരെ അമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാൻ പോയി. അപ്പോഴേക്കും എന്ത് വെച്ചാൽ രാധാമണി തങ്കച്ചി പുറകോട്ട് പോയി. രാധേ, നീ എന്താടി കാണിച്ചത്? നീ മോളെ ഒന്ന് അനുഗ്രഹിച്ചാൽ നിൻ്റെ വളയെ അങ്ങോട്ട് ഊരിപ്പോവോ എന്ന് ചോദിച്ചു. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. മോളെ ഗൗരി, മോളെ ഒരിക്കൽ കൂടി മോളെന്ന് അനുഗ്രഹം വാങ്ങിച്ചേ എന്ന് പറഞ്ഞു. അതെ, അച്ഛനല്ലേ പറയണത്, മോള് ധൈര്യമായിട്ട് വാങ്ങ് എന്ന് പറഞ്ഞു. അപ്പോൾ കുനിഞ്ഞു നിന്ന് അനുഗ്രഹം വാങ്ങിയപ്പോഴത്തേനും അവിടെ പിടിച്ചു നിർത്തി തലയിൽ കൈ വച്ച് അനുഗ്രഹിപ്പിക്കുകയാണ് നമ്മുടെ മഹാദേവൻ. ഇപ്പം എന്താ നിൻ്റെ പ്രശ്നമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ദേവിയമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അതെ, നന്നായി വരും. പിന്നെ മോള് ഈ കുടുംബത്തിന് നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതാ മോളിന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദേവിയമ്മയെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇവരെല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശങ്കർ പറയാണ്, എന്താ പറയുക, ഗൗരി എല്ലാവരും അനുഗ്രഹം വാങ്ങിയില്ലേ, അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ എന്ന് പറഞ്ഞു. ഡാ അവിടെ നിൽക്ക. എടാ കുട്ടി ശങ്കര, നീയേ എൻ്റെ കാലൊന്നും തൽക്കാലം പിടിക്കാൻ വരണ്ട. എൻ്റെ സ്നേഹവും അനുഗ്രഹവും ഒക്കെ എപ്പോഴും നിനക്കില്ലേടാ കുട്ടി ശങ്കര. പിന്നെ എന്തിട്ടാണ് നിൻ്റെ പ്രശ്നം? അതെനിക്കറിയാച്ചാ, അതെനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ആരോടും മാപ്പ് പറയാണ്ട് ഞാൻ എൻ്റെ ഗൗരിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പം മുഖത്തൊരടി കിട്ടിയ പോലെ ആയിപ്പോയി മഹാദേവൻ പതുക്കെ ദേവിയമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ചിരിച്ചിങ്ങനെ എന്താ പറയുക, ഇളിച്ചപടിയാണ് നിൽക്കുന്നത്. ചിരിയെന്ന് പറയാൻ പറ്റില്ല, ആ ഒരവസ്ഥയിലായിപ്പോയി കേട്ടോ. അപ്പോൾ കമല ഭയങ്കര സന്തോഷത്തിലാണ്. രാധാമണി, കുട്ടികളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയുടെ കൈ പിടിച്ചു. ഗൗരി, ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാം. നമ്മുടെ മുത്തശ്ശി ബാംഗ്ലൂരിലായിപ്പോയി, അല്ലെങ്കിൽ ഇത് മണിയടിച്ചങ്ങ് പൊളിച്ചേനെ എന്ന് പറഞ്ഞു. അതെ, വന്നേ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യും പിടിച്ച് നേരെ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ പുറകെ കമലയിടത്തെയും കയറി ചെന്നു കേട്ടോ. അപ്പോൾ രാധാമണി തങ്കച്ചിക്ക് കരയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ രാധാമണി അകത്തേക്ക് കയറി ചെന്നുടനെ തന്നെ അവൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരോട് മാപ്പ് പറയാതെ അവൻ്റെ ഗൗരിയെ അവൻ തിരിച്ച് ഈ വീട്ടിൽ കയറ്റിയെന്ന്. നമ്മുടെ മോൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളത് പറയിപ്പിച്ചതാ എന്ന് രാധാമണി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ കുഞ്ഞ് അത് വെറും വാക്ക് പറഞ്ഞതാ എന്ന് പിള്ള പറഞ്ഞു. അപ്പത്തേനും മഹാദേവൻ പറയാണ്, പിള്ളേ, അത് ഒരു വെറും വാക്കൊന്നുമല്ല. പോട്ടെ, അതൊന്നും കാര്യമാക്കണ്ട. രാധാമണി, ഇനി കുറച്ച് കാലത്തേക്ക് ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വച്ചേക്കണം, മനസ്സിലാകുന്നുണ്ടോ? അതെന്തിനാണെന്നൊക്കെ നിനക്ക് പിന്നീട് അത് മനസ്സിലായിക്കോളും. മഹാദേവ, നിനക്ക് ദേഷ്യവും പകയും ഒക്കെ മനസ്സിലാകാവുള്ളൂ, മുഖത്തൊരിക്കലും കാണാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പം മഹാദേവൻ അടുത്ത ആക്ടിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ശങ്കർ വന്നുടനെ തന്നെ ഇതേ ബെഡിലേക്ക് മറിഞ്ഞു കിടക്കുക. എൻ്റെ പൊന്നോ, ഇപ്പോഴാണ് സമാധാനമായത്, ഇപ്പോഴാണ് റിലാക്സ് ആയത്. ഇങ്ങനെ കിടക്കാൻ പറ്റുമല്ലോ, സന്തോഷമായി. അപ്പം ഗൗരി, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മോശ സമയം കഴിഞ്ഞു കേട്ടോ. അച്ഛൻ നമ്മളെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഗൗരിയെ. നിനക്കറിയോ ഗൗരിയെ? പിന്നുണ്ടല്ലോ, ചാരങ്ങാട്ട് മഹാദേവനെ പുള്ളിക്കാരെ ചത്താലും മറ്റാരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല കേട്ടോ. പക്ഷേ ഈ കുട്ടിശങ്കറിൻ്റെ മുന്നിൽ മഹാദേവൻ തോറ്റു തരും. അതെനിക്ക് നന്നായി അറിയായിരുന്നു. അതാ നമ്മളിപ്പോൾ കണ്ടത്. എൻ്റെ ഗൗരിയെ, നീ എന്തുട്ടാ ഈ ചിന്തിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കണത്? എൻ്റെ അടുത്ത് വന്ന് നീ ഒന്ന് ഇരിക്കുന്നേ. എന്തു പറ്റി ഗൗരി? പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നീ വന്നേ വാ എന്ന് പറഞ്ഞ് ഗൗരിയെ പിടിച്ച് അടുത്തിരുത്തി. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട്, ഗൗരി, സത്യം പറയട്ടെ, നീ ഇവിടെ ഇല്ലാതിരുന്ന ഓരോ സമയത്തും ഞാൻ നിന്നെ എന്തുമാത്രം മിസ് ചെയ്തു എന്ന് നിനക്കറിയോ ഗൗരിയെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരിയുടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നിനക്ക് മനസ്സിലാവില്ല, അതെനിക്കറിയാം. എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായിട്ടോ. എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടിയത്? കണ്ണ ഗ്ലാസ്സില്ലേ, അത് പുതിയതാ. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇടിച്ചു പൊട്ടിച്ചു. അത് നിനക്കറിയോ? അന്ന് രാത്രിയാ ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങ് നിൻ്റെ വീട്ടിൽ വന്നില്ലേ? അന്ന് നീ എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തന്ന ദിവസം. അന്ന് എൻ്റെ കയ്യിൽ മുറിവുണ്ടായിരുന്നു, നീ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ അന്ന് അങ്ങനെ ഉണ്ടായത് ആ മുറിവ്. പക്ഷേ ആ മുറിവ് എന്ത് പറ്റിയതാണെന്ന് നീ ചോദിച്ചതേ ഇല്ലല്ലോ. അതെങ്ങനെ ചോദിക്കാറല്ലേ? നീ എന്നോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നില്ലേ? എന്നാലും നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിലും നീ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് കഴിപ്പിച്ചില്ലേ? ഗൗരി, ഒരു കാര്യം സത്യാട്ടോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാണാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം ഓരോ ദിവസവും കൂടുന്നത്, അറിയോ ഗൗരി? എനിക്ക് നീ ഇല്ലാണ്ട് എനിക്ക് ഒരിക്കലും പറ്റില്ല ഗൗരിയെ.
നീ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്ന് തന്നെ ഗൗരിയോട് പറഞ്ഞു. അപ്പോൾ ഗൗരി ഭയങ്കര സഹതാപത്തോടെയാണ് നോക്കുന്നത് കേട്ടോ. ശങ്കറിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടി. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.